നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. 7 ഘട്ടങ്ങളായി നടന്ന ഇന്ത്യ എന്ന ലോകത്തിലെ മഹത്തായ ജനാധിപത്യ രാജ്യത്തിലെ ഭരണസാരഥികളെ നിർണയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. വരുന്ന ചൊവ്വാഴ്ച 288 കോടി കണ്ണുകളും അത്ര തന്നെ കാതുകളും EVM തുറക്കുന്നത് കാത്ത് ഇരിക്കുകയാണ്. 400 സീറ്റ് എന്ന BJPയുടെ അവകാശവാദങ്ങൾ ദിവസങ്ങൾ മുൻപോട്ട് പോകുന്തോറും പരിമിതപ്പെട്ടു പോകുന്നുവെന്ന ഒരു വികാരമാണ് ചില മാധ്യമങ്ങൾ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ശരിയും തെറ്റും എന്താണെങ്കിലും നിലവിൽ 52 സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി ഭരിക്കുമെന്നൊക്കെ ഇതേ പ്രൊപ്പഗാണ്ട മാധ്യമങ്ങൾ സ്റ്റോറി ചെയ്ത് തകർക്കുമ്പോൾ സാധാരണക്കാർ മുഴുവൻ അന്തം വിട്ട് നിൽക്കുകയാണ്. BJP ആകട്ടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. ഏതായാലും രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കുകയും അധികാരത്തെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അധികാരവും ഭരണവും വാഴ്ചയും വീഴ്ചയും എല്ലാം നിർണയിക്കപ്പെടുന്നത്. അതുതന്നെ ഏറെ ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. അടുത്ത ചില വർഷങ്ങളായി നമ്മുടെ കൺമുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2 യുദ്ധങ്ങളാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ളതും പിന്നെ കാരണമില്ലാതെ ഇസ്രായേലിന്റെ മെക്കിട്ട് കയറിയ ഹമാസിന്റെ ആക്രമണ ദാഹങ്ങൾ ശമിപ്പിക്കാൻ ശ്രമിച്ച് തീവ്രവാദത്തെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ ഇസ്രായേൽ നടത്തുന്ന യുദ്ധവും. ആയുധശേഖരത്തിൽ അമേരിക്കയേക്കാൾ മുന്നിലുള്ള റഷ്യക്ക് ഉക്രൈനെതിരെയുള്ള വിജയം അനായാസമെന്ന് തോന്നിയിരുന്നുവെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉക്രൈനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന പാവങ്ങളുടെ തേങ്ങലുകളെ വിവരിക്കാനോ അത് സ്റ്റോറിയാക്കാനോ ഇവിടെ ആരുമില്ലെങ്കിലും ചില പ്രത്യേക താല്പര്യങ്ങൾ കർട്ടന് പുറകിൽ ശക്തമായി കരുക്കൾ നീക്കുന്നതിനാൽ ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം മുൻനിർത്തി ചില അവസരവാദികൾ സ്കോർ ചെയ്ത് മുന്നേറുകയാണ്. ഹമാസ് എന്ന ഭീകര സംഘത്തിന്റെ അടങ്ങാത്ത ഭീകരവാദ ത്വര നിമിത്തം ശരിക്കും തകർന്നു പോയത് പലസ്തീനിലെ പാവങ്ങളാണ്. പക്ഷേ ആ പാവങ്ങളുടെ കണ്ണീരിനെ തങ്ങളുടെ വളർച്ചയ്ക്കുള്ള വളമാക്കി മാറ്റുന്ന ചില കൗശലക്കാരായ രാഷ്ട്രീയക്കാർ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ചത് വമ്പൻ പരിപാടി തന്നെയായിരുന്നു. വോട്ട് ബാങ്കുകൾ നിലനിർത്താനും അധികാര കസേര ഉറപ്പിക്കാനും അത് അനിവാര്യമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. തങ്ങളുടെ ജനങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ട് പലസ്തീനിലെ റാഫായിൽ പതിയിരുന്ന് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യക്കവചമാക്കി കളിക്കുന്ന തീവ്രവാദികളെ തീർക്കാൻ ഇസ്രായേൽ ശക്തമായി മുന്നോട്ട് ഇറങ്ങിയപ്പോൾ അതുമൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്ന പലസ്തീനിലെ റാഫയിലെ നിരപരാധികളുടെ കണ്ണുനീർ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കൗശല ബുദ്ധിയോടെ റാഫയിലേക്ക് കണ്ണും നട്ട് കണ്ണുകളെല്ലാം റാഫയിലേക്കെന്ന പുത്തൻ പ്രതിഷേധ തരംഗങ്ങൾക്ക് കളമൊരുക്കുകയാണ് ഈ കണ്ണിംഗ് പൊളിറ്റീഷ്യന്മാർ ഒപ്പം കുറെ സിനിമാക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധവും യുദ്ധത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ പരിക്കേറ്റും മരിച്ചും വീഴുന്നവരോടൊപ്പം തന്നെയാണ് ലോകത്തിന്റെ മുഴുവൻ മനസാക്ഷിയും നിൽക്കേണ്ടത്. എന്നാൽ നിരപരാധികളായ പലസ്തീനികളെ മനുഷ്യക്കവചമാക്കി ചതിക്കുന്ന ഹമാസ് തീവ്രവാദികൾ അവരെ ആസൂത്രിതമായി അപായപ്പെടുത്തുമ്പോഴും മനുഷ്യത്വം തൊട്ടു തേച്ചിട്ടില്ലാത്ത ആ തീവ്രവാദികൾക്ക് ഹീറോ പരിവേഷം നൽകാനുള്ള ഇവരുടെ ഈ ആവേശമുണ്ടല്ലോ, ഇത് അപലപനീയം തന്നെയാണ്. തങ്ങളുടെ പൗരന്മാരിൽ 1300 പേരെ കൊന്നു തള്ളിയ തീവ്രവാദികളെ തീർക്കുമെന്നത് ഇസ്രായേലിന്റെ അചഞ്ചലമായ തീരുമാനം തന്നെയാണ്. അത് മനസ്സിലാക്കിയ തീവ്രവാദികൾ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യക്കവചമാക്കിയും അത് പ്രചരിപ്പിച്ച് ഇരവാദമുയർത്തിയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ലോകത്തിന്റെ സുസ്ഥിരതയ്ക്ക് തന്നെ ഭീഷണിയായ ഈ അധമന്മാരെ ഒറ്റപ്പെടുത്താനല്ലേ വാസ്തവത്തിൽ ഈ സെലിബ്രിറ്റികൾ ശബ്ദമുയർത്തേണ്ടത്? അതിനുള്ള ധാർമ്മികത കാണിക്കാതെ പലസ്തീന്റെ പേരിൽ തീവ്രവാദികൾക്കായി ക്യാമ്പയിനും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണിവർ. വീട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കൊള്ളാത്ത ബിരിയാണി വെച്ചു വിളമ്പിയ ബിരിയാണി നടി പാലസ്തീൻ പതാക പ്രിന്റ് ചെയ്ത ബാഗും തോളിലേന്തി കാൻ ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ എത്തിയാണ് ഈ പ്രതിഷേധം തുടങ്ങി വെച്ചത്. കാൻ മേളയിൽ താൻ അഭിനയിച്ച സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരത്തെക്കാൾ ഈ നടിക്ക് ഈ തണ്ണിമത്തൻ ബാഗ് മൂലം കിട്ടിയത് വലിയ സ്വീകാര്യതയും അംഗീകാരവുമായിരുന്നു. ഈ നടിക്കൊപ്പം മത്സര രംഗത്തെത്തിയ നടികളെല്ലാം അപ്രസക്തരായി പോയതും ഇതേ തണ്ണിമത്തൻ ബാഗിന്റെ പിൻബലത്തിലായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. 2 വർഷം മുൻപ് ഇടത് ഇസ്ലാമിക ചേരിക്ക് കടുത്ത അലോസരമുണ്ടാക്കിയ ബിരിയാണി എന്ന സിനിമയിൽ മതത്തിന്റെ വേലിക്കെട്ടിനുള്ളിൽ ചുട്ടുനീറുന്ന സ്ത്രീത്വത്തെ അവതരിപ്പിച്ച കനി IS-ൽ തീവ്രവാദത്തിന് പോയി മരണപ്പെട്ട സൈനുവിന്റെ പെങ്ങളായ ഖദീജയായിട്ടാണ് വേഷമിട്ടത്. സത്യത്തിൽ ഇങ്ങനെ ഒരു തണ്ണിമത്തൻ ബാഗുമായി കാൻ മേളയിൽ എത്താൻ ഈ നടിയെ പ്രാപ്തയാക്കിയത് തന്നെ ബിരിയാണിയാണെന്ന് മറച്ചു പിടിച്ച്
കനിയെ സെലിബ്രിറ്റിയാക്കി ആഘോഷിക്കുകയാണ് ചിലർ. പ്രതിഷേധത്തിന്റെ മുൻപിലേക്ക് മെഗാതാരത്തിന്റെ പുത്രനും അണിനിരുന്നതോടെ കണ്ണുകളെല്ലാം റാഫയിലേക്ക് എന്ന റാഫ ഐക്യദാർഢ്യം തരംഗമായിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ പലസ്തീൻ കെഫിയ ധരിച്ചെത്തിയ യുവനടൻ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് തന്റെ പലസ്തീൻ സ്നേഹം വെളിപ്പെടുത്തിയത്. ഇത്തരത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഒരു പ്രൊപ്പഗാണ്ട രാഷ്ട്രീയം മറഞ്ഞിരിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം സാധാരണക്കാർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ അമൽ സിറിയക് പറഞ്ഞു വെച്ചത്. നമ്മൾ ഒരാളെ പോയി കുത്തി കൊന്നിട്ട് അവസാനം കുത്തിവൻ പറയുവാണ് മരിച്ചയാൾ, അതായത് എന്റെ കുത്തി കിട്ടിയ ആൾ എന്നെ ആക്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ഇന്ന പ്രവർത്തി കൊണ്ടാണ് ഞാനിത് കൊന്നെന്നും പറഞ്ഞുകൊണ്ടുള്ള രീതിയിലേക്ക് വരികയും ബാക്കിയുള്ളവരെല്ലാം സപ്പോർട്ട് കുത്തിവന് കിട്ടുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു പ്രവണതയാണ് ഈ ഇരവാദം എന്ന് പറയുന്നത്. അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രശ്നക്കാരൻ തന്നെ ഇരയായി മാറുന്ന, അല്ലെങ്കിൽ ഞാനാണ് ഇര എന്നും പറഞ്ഞുകൊണ്ട് അവന് അവിടെ സമാനമായ ചിന്താഗതിക്കാരുള്ളവരൊക്കെ തന്നെ കൂടുതൽ പെട്ടെന്ന് സപ്പോർട്ടായിട്ട് വരുന്നു. പൊതുജനത്തിനെ, ഒരു പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് വാർത്തകൾ സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ അനുകൂലമായിട്ടുള്ള കമന്റുകളും മറ്റു പ്രസ്താവനകളും എല്ലാം തന്നെ പെട്ടെന്ന് വരുന്നു. അങ്ങനെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു ചിന്താധാരയെ മുഴുവൻ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രശ്നക്കാരനെ അവിടെ ഇരയായി മാറ്റുന്ന ഈ ഒരു ഇരവാദ പ്രവണത ആഗോള തലത്തിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ടുമുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത തന്നെയാണ്. ഇതിൽ വീണു പോകുന്നത് സാധാരണക്കാരായ, ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയും ഇല്ലാതെ പെട്ടെന്ന് കാണുന്നൊരു വാർത്ത വിശ്വസിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന സാധാരണക്കാരാണ് ഇതിൽ പെട്ടെന്ന് ഇതിന്റെ ഇരയായി മാറുന്നത്, മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ സത്യാവസ്ഥയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇന്നൊരു മാധ്യമങ്ങളോ മറ്റും തന്നെ ഒന്നും പ്രധാനമായിട്ട് കാണുന്നില്ല. അതിന് അടിസ്ഥാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഇപ്പൊ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചോളം അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചോളം ആരാണ് കൂടുതൽ കാശ് തരുന്നത് അവർക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രവണതയും മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രവണതകളെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസുകളും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒക്കെ തന്നെ അവരുടെ പ്രസ്താവനകളും വാർത്തകളും ഒക്കെ തന്നെ കൊടുക്കുകയും പൊതുസമൂഹത്തിന് മുമ്പിലേക്കുള്ള പോസ്റ്റുകളൊക്കെ ആയിട്ട് വരികയും ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രമാത്രം ആഗോളതലത്തിൽ ഇതിനു വേണ്ടി ഉള്ള അജണ്ടകൾ ഇവിടെ പല സംഘടനകളും മറ്റു പ്രവർത്തകരൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2005 ദേശീയ മാധ്യമം ഒരു റിപ്പോർട്ട് വന്നത് ഓർക്കുകയാണ്. ആ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് അന്ന് മീഡിയ വണ്ണൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമി അവിടെ സിനിമാ രംഗത്തേക്ക് കടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി പോലൊരു സംഘടന ഇത്തരത്തിലുള്ള പൊതുമാധ്യമങ്ങളിലേക്കും അല്ലെങ്കിൽ പൊതുശ്രദ്ധയിലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെയുള്ള ചില ആൾക്കാരൊക്കെ ആശങ്ക പ്രകടിപ്പിക്കുന്നതായിട്ടൊക്കെ പല വാർത്തകളും മറ്റും കാണുന്നുണ്ട്. അതേസമയം കൃത്യമായ ജമാഅത്തെ ഇസ്ലാമി പിന്നീടുള്ള വർഷങ്ങളിൽ ഇവിടെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ രൂപീകരിക്കുകയും മീഡിയ വണ്ണിലൂടെ തന്നെ കൃത്യമായ ഒരു ഇസ്ലാമിക അജണ്ടകൾ സെറ്റ് ചെയ്യാനുള്ള വാർത്തകളും കാര്യങ്ങളെല്ലാം പുറപ്പെടുവിക്കുകയും ചെയ്തതും ഇടയ്ക്ക് വെച്ച് സർക്കാർ അതിനെ നിരോധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പാലസ്തീനിലെ റാഫയിൽ ദുരിതം അനുഭവിക്കുന്ന നിരപരാധികൾക്കൊപ്പം തന്നെയാണ് ലോകം നിൽക്കേണ്ടത്. എന്നാൽ തീവ്രവാദത്തെ തള്ളിപ്പറയാൻ ഇവർക്കെന്താ ഇത്ര വൈക്ലഭ്യം? മറ്റ് സ്ഥലങ്ങളിൽ തീവ്രവാദികൾ കൊന്നു തള്ളുന്ന ഇസ്ലാമിതര മതസ്ഥരെ കുറിച്ച് ഇവർക്ക് ഒരു വൈഷമ്യവുമില്ല എന്നുള്ളതാണ് സത്യം. ഇതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ഡിബേറ്റിൽ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇവിടെ കൃത്യമായ ഒരു ഇടപെടൽ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കോണം ഇരവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കഴിയുന്നുണ്ട്. പക്ഷെ മറ്റ് മതവിഭാഗങ്ങൾക്ക് അത് കഴിയാതെ പോകുന്നുണ്ട്. കാരണം അത് അങ്ങ് എങ്ങോ ദൂരെ നടന്ന സംഭവമാണ്. അത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ബാധകമല്ല. പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും ജൈനരും ബുദ്ധനും പാഴ്സിയും ഒക്കെ പീഡിപ്പിക്കപ്പെടും, അതങ്ങ് പാകിസ്ഥാനാണില്ലെന്ന് പറഞ്ഞ് നമ്മൾ ലഘൂകരിച്ചുകൊണ്ടിരിക്കുക. അതേസമയം ലോകത്തിന്റെ എവിടെയെങ്കിലും ഒരു ഇസ്ലാമിസ്റ്റുകാരനായിട്ടുള്ളവൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പർവ്വതീകരിച്ചുകൊണ്ട് അവരതിന്റെ കൃത്യമായ ഒരു കൃത്യസമയത്തിനുള്ളിൽ അതിന്റെ വിശകലന വിധേയമാക്കിക്കൊണ്ട് ലോകം മുഴുവൻ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ചാനലൈസ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൃത്യമായ കാരണമുണ്ട്, അവർക്ക് അതിന് സാധിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ മാറ്റപ്പെടുവാനായിട്ട് നമ്മുടെയൊക്കെ കാര്യങ്ങൾ കഴിയണം. ഇപ്പോ ഹദീസ് പരിശോധിക്കുമ്പോൾ നമ്മൾ പറയാം, ഒരു യഹൂദം പോലും ഭൂമിയിൽ അവശേഷിക്കാതിരിക്കാൻ യഹൂദനായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒളിച്ചിരിക്കുന്ന കല്ലുകൾ വരെ അവരെ ഒറ്റിക്കൊടുക്കും. അതായത് ഇത് അവരുടെ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രഖ്യാപിത നയമാണ് ഇവിടുത്തെ യഹൂദരെയും ക്രിസ്ത്യാനികളെ അല്ലെ മറ്റു മതസ്ഥരെയും ഒക്കെ ഇല്ലാതാക്കുന്നത്. ആ ഒരു സത്യം നമ്മുടെ ഇവിടുത്തെ മറ്റ് വിശ്വാസ സമൂഹത്തിലുള്ള ആളുകൾ അറിയുന്നില്ല.
അങ്ങ് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് മാത്രമായി പോരാ. ന്യൂനപക്ഷങ്ങളോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗത്തിലെ ആളുകൾ പീഡിപ്പിക്കപ്പെടും നമുക്കൊക്കെ സ്വാഭാവികമായ ഒരു വേദന ഉണ്ടാകണം. സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന നന്മ മാത്രം പറഞ്ഞ എത്രയോ മുസ്ലിം സഹോദരൻ നമ്മുടെയൊക്കെ സുഹൃത്ത് വലയങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ മാത്രം മതി, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഇല്ലാതാക്കുന്ന നയത്തിനെതിരെയാണ് നമ്മളൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെയോ മുസ്ലിം പഠനങ്ങൾക്കെതിരെയോ അല്ല നമ്മൾ എതിരെ നിൽക്കുന്നത്. മറിച്ച് ഞങ്ങൾ മാത്രം ശരീഅത്ത് നിയമത്തിന്റെ ഭാഗമായിട്ട് ലോകം മുഴുവനും വരണമെന്ന് പറയുന്ന ആ നിലപാടിനെതിരെയാണ് നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ബോധപൂർവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കോ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അത് ഇനിയുള്ള നാളുകളിലും കൃത്യമായിട്ട് നമ്മുടെ സാധാരണപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് നമ്മുടെ ഒരു ബലഹീനതയാണ്, നമ്മുടെ ഒരു വീഴ്ചയാണ്. അതുകൊണ്ടാണ് ഇരവാദം പറയുമ്പോൾ നമ്മുടെ ആളുകൾ പോലും സത്യമാണ്, ഇരകൾക്കൊപ്പം നിൽക്കാമെന്നൊരു നിലപാടോടുകൂടെ മറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത്. മനുഷ്യ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഇവരൊക്കെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് മുതലക്കണ്ണീര് തന്നെയാണ്. അല്ലെങ്കിൽ ഫുലാനി തീവ്രവാദികളും ബോക്കോ ഹറാം ഭീകരന്മാരും അടങ്ങുന്ന ഇസ്ലാമിക തീവ്രവാദികൾ നൈജീരിയയിലും നൈജറിലും ബുർക്കിന ഫാസോയിലും ക്രിസ്ത്യാനികളെ കരുണയുടെ കണിക പോലും ഇല്ലാതെ പച്ചയ്ക്കാണ് കൊന്നുതള്ളുന്നത്. അതിനെക്കുറിച്ച് അപലപിക്കാൻ പോലും തയ്യാറാകാത്ത ഇവരുടെ ഈ മനോഭാവം അങ്ങേയറ്റം പ്രാകൃതമാണ്. ഇത് ഇരട്ടത്താപ്പാണ്. പീഡിപ്പിക്കുന്നവന്റെ മതം നോക്കിയാണ് അവർ പിന്തുണയ്ക്കാൻ ഇറങ്ങുന്നത്. മരിക്കുന്നത് ഒരു പ്രത്യേക മതസ്ഥരാണെങ്കിൽ ഇരവാദം, കരച്ചിൽ, ഓഫ്ലൈനിലും ഓൺലൈനിലും പ്രതിഷേധം, ചർച്ച. എന്നാൽ തീവ്രവാദികളാൽ കശാപ്പ് ചെയ്യപ്പെടുന്നത് ക്രൈസ്തവരാണെങ്കിൽ ചത്തതുപോലെയുള്ള കിടപ്പും. അല്ലാതെ ഇവന്മാര് ഒരക്ഷരം പോലും ഉരിയാടത്തുമില്ല. ഹമാസ് തീവ്രവാദികൾ കശാപ്പ് ചെയ്ത ജൂത കുഞ്ഞുങ്ങളെയും അവർ ക്രൂരമായി റേപ്പ് ചെയ്തു വന്ന ജൂത സ്ത്രീകളെയും ഇവർ കണ്ടിട്ടില്ല. നൈജീരിയയിലും ബുർക്കിന ഫാസോയിലും നഗോർണോ കരബാഗിലും കൊല ചെയ്യപ്പെടുന്ന ക്രൈസ്തവരുടെ കൂട്ടനിലവിളിയും ഇവർ കേട്ടിട്ടില്ല. മരിക്കുന്നവന്റെ മതം നോക്കി പ്രതികരിച്ച് ആ വകയിൽ കിട്ടുന്ന നേട്ടങ്ങളെ മാത്രമാണ് ഇവർ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഇവർ സെലക്റ്റീവായി പ്രതികരിക്കുന്നത്. ഇതേക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ ആദർശ് കുനിയില്ലം ഷെക്കന ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. NIA ആക്ട് പാർലമെന്റ് 2019 എന്റെ ഓർമ്മ, 19 അമെൻഡ് ചെയ്ത സമയത്ത് ഇതേപോലെ എതിർപ്പുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ എന്ത് നിയമം പാസ്സാക്കുമ്പോഴും ഒരു കൂട്ടം വലിയൊരു കൂട്ടം ആളുകൾ ഉടനെ തന്നെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു, പാർലമെന്റ് അകത്ത് കയറുന്നു, കടലാസുകൾ വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്തൊക്കെ സ്ഥിരം കാഴ്ചകളാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ NIA ആക്ട് അമെൻഡ് ചെയ്ത സമയത്ത് NIA ആക്ടിൽ ചില പ്രധാനപ്പെട്ട ക്ലോസുകൾ ഉണ്ടായിരുന്നു. ആ ക്ലോസുകൾ എന്ന് പറയുന്നത്, മുൻപ് നമ്മൾ ഒരു സംഘടനയെ മാത്രമേ നമുക്ക് ബാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ സിമി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇന്ത്യൻ മുജാഹിദീൻ ഒരു തീവ്രവാദി സംഘടനയാണ്, സംഘടനയെ ബാൻ ചെയ്യാമായിരുന്നു. പക്ഷെ സംഘടനയുടെ സ്ഥാപകനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ ബാൻ ചെയ്യാനുള്ള അധികാരം നമുക്കില്ലായിരുന്നു. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമങ്ങൾക്ക് അതൊരു ലൂപ്പ് ഹോൾ ആയിരുന്നു. ഈ ലൂപ്പ് ഹോള് ആയിരുന്നു NIA ആക്ട് അമെൻഡ് ചെയ്ത സമയത്ത് കേന്ദ്ര സർക്കാർ തിരുത്തിയിരുന്നത്. ഉടനെ വന്നു ഈ പറയുന്ന ആളുകൾ, ഉടനെ പിന്നെ പ്രക്ഷോഭമായി, പ്രശ്നമായി, ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇത് ഏതൊക്കെ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇതുപോലുള്ള നിയമങ്ങൾ വഴി ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ തടയിടാൻ ശ്രമിച്ചിട്ടുണ്ടോ, അന്ന് ആ സമയം തന്നെ വലിയ സംഘടിതമായി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കം തുടരെയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഈ സെലിബ്രിറ്റികൾക്കും ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ വലിയ പങ്കുണ്ട്. അവര് അറിഞ്ഞോ അറിയാതെയോ അവരതിന്റെ ഭാഗമായി പോവുകയാണ്. അവരതിന്റെ നെറ്റ്വർക്കിന്റെ ഭാഗമായി അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ അന്താരാഷ്ട്ര ശൃംഖലയാണ്. ആ ശൃംഖലയുടെ ഭാഗമായി പെട്ടു, അവർക്ക് അത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അവരുടെയും ഫണ്ടിങ് പലതും ഉണ്ട്. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസിന്റെയും നമ്മൾ പിന്നാമ്പറം എടുത്ത് പരിശോധിക്കുന്നതാണ്. പലർക്കും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രീസില് പലതരം അവരുടെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകളും പാർട്ട്ണർഷിപ്പുള്ള ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് കൃത്യമായ നിയമങ്ങൾ, അതിന് കൃത്യമായിട്ട് സമയത്ത് കേന്ദ്ര സർക്കാർ അമെൻഡ് ചെയ്ത് പഴുതുകൾ കൃത്യമായി അടക്കുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അടക്കുന്ന പഴുതുകളൊക്കെ പിന്നെ മനുഷ്യാവകാശത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയും കൃത്യമായിട്ട് ഒരു സംഘടിത ശ്രമം കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ പൊക്കിപ്പിടിക്കുന്നത് യഥാർത്ഥ മനുഷ്യ സ്നേഹമായിരുന്നെങ്കിൽ പലസ്തീനികളോട് കാണിക്കുന്ന അതേ സ്നേഹം ലോകമാസകലം പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരോടും ഇവർ കാണിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
അത് തന്നെയാണ് ഈ പ്രൊപ്പഗാൻഡ ക്യാമ്പയിന്റെ പ്രത്യേകതയും. ഫുഡ് ബ്ലോഗുകൾ സോഷ്യൽ മീഡിയയെ കീഴടക്കിയ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു നിൽക്കുന്ന അറേബ്യൻ ഭക്ഷണശാലകൾക്ക് ഇത് ചാകരയുടെ കാലഘട്ടമാണ്. എന്നാൽ ഇവരൊക്കെ കേരളത്തിലെ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. അത്തരം ആശങ്കകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം തൃശൂർ പെരിഞ്ഞരം 3 പീടികയിലെ സെയിൻ റെസ്റ്റോറന്റിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത്. 200ഓളം ആളുകൾക്കാണ് അവിടെ നിന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റത്. അതിൽ ഉസൈബ എന്ന 56-കാരി തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ദാരുണമായി മരണത്തിന് കീഴടങ്ങിയതോടെ കേരളത്തിലെ അറേബ്യൻ ഭക്ഷണശാലകൾക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം കനക്കുകയാണ്. ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരമായി തുടരുകയായിരുന്നു. ഇവരിൽ പലരും ഈ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങി കഴിച്ചവരാണ്. ആഹാരം വിൽക്കുന്നയിടത്ത് പാലിക്കേണ്ട മിനിമം ധാർമ്മിക മര്യാദകൾ പോലും പാലിക്കാതെ എത്ര കണ്ട് പഴകിയ മാലിന്യങ്ങൾ ആഹാരം എന്ന വ്യാജേന ചൂടാക്കി വിറ്റാലും പണമുണ്ടാക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തി നീങ്ങി ഉസൈബ എന്ന സ്ത്രീയുടെ ജീവനെടുത്ത സെയിൻ എന്ന ഹോട്ടൽ പ്രവർത്തിക്കുന്നത് നിലവിൽ ലൈസൻസ് ഇല്ലാതെയാണെന്ന് കൂടി അറിയുമ്പോൾ ഇത്തരം കടക്കാർക്ക് ഇവിടെ എന്തും എങ്ങനെയും വെച്ച് വിളമ്പാമെന്ന് ഒരു മിഥ്യാബോധമാണ് ശക്തമായിരിക്കുന്നത്. ഏതായാലും ഹോട്ടൽ കുറച്ചു നാളത്തേക്ക് അടച്ചുപൂട്ടുകയും പിന്നെ സംസ്ഥാനത്തുടനീളം പരിശോധനകൾ വ്യാപകമാക്കുകയും ചെയ്താൽ അതോടെ അധികാരികളുടെ ഉത്തരവാദിത്വം ഏകദേശം പൂർണ്ണമാകും. ഒരു തുടർ നടപടികളും പിന്നെ ഉണ്ടാവില്ല. പിന്നെ അടുത്ത ഹതഭാഗ്യൻ ആഹാരം കഴിച്ച് പെടുമരണം ഏറ്റുവാങ്ങുന്നത് വരെ ആ ആലസ്യം തുടരുകയും ചെയ്യും. മുൻപ് മലപ്പുറത്തും എറണാകുളത്തും വടക്കൻ പറവൂരും കാസർഗോഡും കോട്ടയത്ത് ഏറ്റുമാനൂരും തിരുവനന്തപുരം അമ്പൂരിയിലും തൊടുപുഴയിലും വാഗമണ്ണിലുമൊക്കെയുള്ള ഇത്തരം അറേബ്യൻ ഭക്ഷണശാലകളിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധ അങ്ങേയറ്റം പരമദയനീയമായിരുന്നു. ഇതിൽ തൊടുപുഴയിലും വാഗമണ്ണിലും മരണം സംഭവിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ പരിശോധനകളുടെയും നടപടികളുടെയും ഒക്കെ ഈ ആവേശം തണുക്കുമ്പോൾ ഇതേ ഷവർമ ശവമന്തി ഹോട്ടലുകൾ മാലിന്യവും കലക്കി ആവി പറക്കുന്ന പരുവത്തിൽ നാട്ടുകാർക്ക് വീണ്ടും വിളമ്പാൻ ഇറങ്ങും. കേരളത്തിലെ ജനങ്ങൾക്ക് കുഴി വെട്ടേണ്ട അവസ്ഥ വരുത്തുന്ന മന്തിക്കടകളും വിശപ്പടക്കാൻ വരുന്നവനെ ശവമാക്കുന്ന ഷവർമ കടകളും അടച്ചു പൂട്ടുക തന്നെയാണ് വേണ്ടത്. ഇന്ത്യയുടെ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാനെന്ന ഭാവത്തിൽ അതിശക്തമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയ പോപ്പുലർ ഫ്രണ്ട് എന്ന മതഭീകര സംഘടനയെ നിരോധിക്കുകയും അതിന്റെ കാരണഭൂതരെയെല്ലാം ചുരുട്ടിയെടുത്ത് അകത്തിടുകയും ചെയ്തതോടെ മുനയൊടിഞ്ഞ് ഇല്ലാതായത് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായിക്കൊണ്ടിരുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ടോൾ ബൂത്ത് കയ്യേറിയും പൊതുനിരത്തുകളിൽ സമ്മേളനം നടത്തിയും മനുഷ്യച്ചോര ചിന്താൻ വെറിപൂണ്ട് പ്രസംഗം നടത്തിയ നേതാക്കന്മാരൊക്കെ പുറംവട്ടം കാണാനാകാത്ത പരുവത്തിൽ ഇന്ത്യയിലെ ഏതൊക്കെയോ ജയിലറകളിൽ കിടന്ന് പലവട്ടം ജാമ്യാപേക്ഷകൾ നൽകിയെങ്കിലും ഇന്ത്യയിലെ ഒരു കോടതിയും അതൊന്നും പരിഗണിച്ചതേ ഇല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് ദില്ലി ഹൈക്കോടതി നടത്തിയ ഒരു വിധിന്യായത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ കേട്ട് നടുങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ. ഇതേക്കുറിച്ച് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ തന്റെ ചാനലിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇന്ത്യയിലുള്ള ജനാധിപത്യ ഭരണക്രമത്തിനെയും അതേപോലെ നമ്മുടെ ഭരണഘടനയും അട്ടിമറിച്ചുകൊണ്ട് ഒരുപറ്റം ജിഹാദികളെ സംഘടിപ്പിച്ചുകൊണ്ട് 2047 അതിനു മുൻപോ ഇസ്ലാമിക നിയമം അല്ലെങ്കിൽ ശരിയ നിയമം നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു കാലിഫേറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് ഇവിടെ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് എങ്ങനെ ചെയ്യാനാണ് അവർ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, യൂസിംഗ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് PFI ആൻഡ് ഇറ്റ്സ് ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ടു അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് മുസ്ലിം യൂത്ത്സ്. പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള സംഘടനകൾ വഴി മുസ്ലിം യുവാക്കളെ കൂടുതലായിട്ട് ഈ സംഘടനയിലേക്ക് കൊണ്ടുവരിക. രണ്ട്, ഇൻസൈറ്റിംഗ് enmity and hatred against the Hindus by propaganda of Islam in danger in India and atrocities being committed against the Muslims by Hindus and Hindu organizations. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വലിയ അപകടത്തിലാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം ഉണ്ടാക്കുക, ഹിന്ദുക്കളും ഹിന്ദു സംഘടനകളും അവരെ ലക്ഷ്യം വെക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രൊപ്പഗണ്ട നടപ്പാക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം. മൂന്ന്, ഐഡന്റിഫൈയിങ് മുസ്ലിം യൂത്ത് ഗളിബിൾ ടു സച്ച് പ്രൊപ്പഗണ്ട ആൻഡ് റാഡിക്കലൈസിംഗ് ദം ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ജിഹാദ്. ഇത്തരത്തിലുള്ള പ്രചരണത്തിൽ വീണു പോകുന്ന മുസ്ലിങ്ങളെ റാഡിക്കലൈസ് ചെയ്തതിനു ശേഷം അവരെ ജിഹാദികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം. 4, ഓർഗനൈസിംഗ് ടെററിസ്റ്റ് ക്യാമ്പ്സ് where arms training was imparted for commission of violent and terrorist acts.
4 സായുധ ക്യാമ്പുകൾ നടത്തുക, അവിടെ വളരെ വയലന്റ് ആയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആയുധ പരിശീലനം ജിഹാദികൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു. 5 റേസിംഗ് ഫണ്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദം ഫോർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് വെപ്പൺസ്. 5 വലിയ രീതിയിൽ ധനസമാഹരണം നടത്തി ആയുധങ്ങൾ വാങ്ങുന്നതിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അതിനെ ഉപയോഗിക്കുക. 6 ക്രിയേറ്റിംഗ് ഹിറ്റ് സ്ക്വാഡ്സ് ബൈ റിക്രൂട്ട്മെന്റ് ഓഫ് റാഡിക്കലൈസ്ഡ് മുസ്ലിം യൂത്ത് ടു എലിമിനേറ്റ് ഹിന്ദു ലീഡേഴ്സ് ആൻഡ് ടു ക്രിയേറ്റ് എൻ ആർമി. അതായത് 6ാമത്തെ പോയിന്റിൽ പറയുന്നത് റാഡിക്കലൈസ് ചെയ്യപ്പെട്ട മുസ്ലിം യുവാക്കളെ ചേർത്ത് സായുധമായിട്ടുള്ള ഒരു ആർമി ഉണ്ടാക്കുക, അതുവഴി ഹിന്ദു നേതാക്കളെ എല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിറ്റ് സ്ക്വാഡുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു. 7ാമത്തേത് ഇൻസൈറ്റിംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു ജോയിൻ ഐസിസ് ആൻഡ് ഇംപ്ലിമെന്റ് ഐസിസ് ടാക്ടിക്സ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കാലിഫേറ്റ് ഇൻ ഇന്ത്യ. അവരുടെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും ഐസിസിൽ ചേർന്ന് ഒരു കാലിഫേറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതീവ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇവയെല്ലാം. എന്തുകൊണ്ടാണ് ഇവയൊന്നും തന്നെ മാധ്യമ ശ്രദ്ധ നേടാഞ്ഞത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇനി ഇതിലെ 3ാമത്തെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ, such statements also go on to show that the objective of such weapon training was with the idea of overthrowing the democratically elected government to replace the Constitution of India with a Caliphate Sharia law. ഇത്തരത്തിലുള്ള സായുധ പരിശീലനമെല്ലാം നടത്തിയതിനു ശേഷം ഇന്ത്യയിലുള്ള ജനാധിപത്യ ഭരണ സംവിധാനത്തിനെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ അസാധുവാക്കിക്കൊണ്ട് ഇസ്ലാമിക ശരിയ നിയമം ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചത് എന്നാണ് ഡൽഹി ഹൈക്കോടതി കണ്ടെത്തുന്നത്. അത്ര ഭീകരമായിരുന്നു ഇവരുടെ നീക്കങ്ങൾ എന്നതിന് ഇനിയും മറ്റെന്ത് തെളിവുകളാണ് ആവശ്യമായിട്ടുള്ളത്? ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും അരിയും മലരും കുന്തിരുക്കവും പട്ടടയും ഒരുക്കാൻ നിർദ്ദേശവുമായി കളന്നിറഞ്ഞവരെ കൃത്യസമയത്താണ് കേന്ദ്ര സർക്കാർ തൂത്തുപെറുക്കി അകത്തിട്ടത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി തന്നെ മറ്റൊന്നാകുമായിരുന്നു. കേന്ദ്ര സർക്കാരിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. മാറുന്ന കാലത്ത് ക്രൈസ്തവരുടെ ജീവിതം സമൂഹത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം കീഴടക്കാനുള്ള ചില പ്രത്യേക താല്പര്യക്കാരുടെ കരുനീക്കങ്ങൾക്ക് എക്കാലത്തും തടങ്കൽ പാറയായി നിന്നത് ആഗോള ക്രൈസ്തവ സമൂഹം തന്നെയാണ്. അതുകൊണ്ട് ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ആസൂത്രിതമായി നടക്കുന്ന നീക്കങ്ങളെ കുറിച്ച് ക്രൈസ്തവർക്കും അവരുടെ തലമുറകൾക്കും വ്യക്തമായ ഒരു ദിശാബോധം തന്നെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സ്കൂൾ കോളേജുകളിൽ പുതിയ അധ്യയന വർഷത്തിന് നാന്ദിയും കുറിക്കുന്ന ഈ സമയത്ത് കേരള സഭയിലെ യുവതയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോകുന്ന ഈ ഒഴിവുകാലം ആവേശകരമായിരുന്നു. ഇടുക്കി രൂപത മുന്നോട്ട് വെച്ച വിപ്ലവാത്മകമായ വേനൽക്കാല പഠന പരിശീലനങ്ങൾ അവർക്ക് നൽകിയത് വേറിട്ട ഒരു ആർജിത ശേഷി തന്നെയായിരുന്നു. വേദപുസ്തക ഉപദേശം, പാരമ്പര്യം, ആധ്യാത്മികത, അങ്ങനെ ക്രൈസ്തവ മൂല്യങ്ങളെല്ലാം മുറുകെ പിടിച്ച് നീങ്ങാൻ ക്രൈസ്തവ യുവജനങ്ങൾക്ക് കഴിയട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.